VIP മെൻറ്റർഷിപ്പ് പാർട്ട് 2. ഈ VIP മെൻറ്റർഷിപ്പിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയുടെ ലക്ഷ്യം നിങ്ങൾക്ക് മാർക്കറ്റിനെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കി കൺസിസ്റ്റൻ്റായി ട്രേഡ് ചെയ്യാൻ സഹായിക്കുകയാണ്. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇതിനകം പ്രോഫിറ്റബിൾ ട്രേഡേഴ്സ് അല്ല. പലർക്കും മാർക്കറ്റ് ഡയറക്ഷൻ മനസ്സിലാകാത്തത് കൊണ്ടും ശരിയായ സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടും ലോ സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ SMC ആൻഡ് ICT കൺസെപ്റ്റ് അടിസ്ഥാനമാക്കി മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച ഹൈ പ്രോബബിലിറ്റി ട്രേഡ് സെറ്റപ്പ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ ശ്രദ്ധയോട് കണ്ടു ഇതിലുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന ഓരോ സെറ്റപ്പും കൂടുതൽ കോൺഫിഡൻസോടെ അനലൈസ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം സ്ട്രാറ്റജി അനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളെ സിഗ്നൽ ഫോളോ ചെയ്യുന്ന ഒരാളാക്കുകയല്ല എൻ്റെ ലക്ഷ്യം. മാർക്കറ്റ് മനസ്സിലാക്കി കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റബിൾ ട്രേഡറാക്കി വളർത്തുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ചാർട്ട് ഷെയർ ചെയ്യുകയും ആ ചാർട്ടിലുള്ള ഇതുപോലെയുള്ള ഹൈ പ്രോബബിലിറ്റി ട്രേഡുകൾ എങ്ങനെയാണ് ഞാൻ ഗ്രൂപ്പിലേക്ക് മാർക്ക് ചെയ്ത് അഴക്കുന്നതെന്ന് കാണിച്ചു തരാം. ആ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രേഡ് എടുക്കാം. ഈ വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കുന്ന 2 എൻട്രി കൺഫർമേഷൻ കൂടി നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ആ 2 എൻട്രി കൺഫർമേഷൻ മതി നിങ്ങൾക്ക് ഞാൻ തരുന്ന ഓരോ POയിൽ ഓരോ എൻട്രിയിൽ നിന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് എൻട്രി എടുക്കാനും വീക്ക്ലി മന്ത്ലി പ്രോഫിറ്റിൽ വരാനും സാധിക്കും. ഞാൻ SMCയിൽ 4 ടൈം ഫ്രെയിമിലാണ് സ്ട്രക്ചർ മാപ്പ് വരക്കുന്നത്. ഞാൻ ഇതേപോലെ ഓരോ ടൈം ഫ്രെയിമിലെ സ്ട്രക്ചർ മാപ്പായിരിക്കും വരക്കുന്നത്. പ്രൈസ് ഈ ഒരു പൊസിഷനിൽ എത്തുന്നതിന് മുമ്പായിരിക്കും നിങ്ങൾക്ക് ഞാൻ ചാർട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ഈ ഒരു എൻട്രി ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നത് ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അലർട്ട് വെച്ചിട്ട് അവിടെ നിന്നൊരു കൺഫർമേഷൻ എടുത്ത് നിങ്ങൾ ട്രേഡ് ചെയ്യാവുന്നതാണ്. ഏകദേശം നല്ലൊരു എൻട്രി ആയിരുന്നു. ഈ ഒരു പൊസിഷനിൽ നിന്ന് ഏകദേശം 4190 നിന്ന് നമ്മൾ ട്രേഡ് എടുക്കുക. ഏകദേശം പ്രൈസ് മൂവ് ചെയ്തേക്കണം നോക്കിയാൽ 4020 വരെ നമുക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം $160 പ്രൈസ് മൂവ് ചെയ്ത് നല്ല എൻട്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റുകൾ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, ലാസ്റ്റ് ടാർഗറ്റുകളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. 50 മിനിറ്റിൻ്റെ ഒരു സ്ട്രക്ചർ മാപ്പിൽ നിന്നാണ് ഈ പ്രൈസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു പൊസിഷൻ പറയുന്നു. ഈ പൊസിഷനിൽ നമുക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ ട്രേഡ് എടുക്കാവുന്നതാണ്. അതിന് മുമ്പ് നമ്മൾ ഈ ഒരു പൊസിഷൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഈ ഒരു പൊസിഷൻ നമുക്കൊരു കൺഫർമേഷനും കിട്ടിയില്ല, ഫെയിലാകുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഫെയിലാകുകയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ നോക്കി ഞാനൊരു സ്ക്വയർ ചെയ്ത് ഇങ്ങനെ ഒരു OB വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ടൈം ഫ്രെയിമിൽ ഞാൻ വരക്കുന്നു. ഡേ 4 അവർ 1 അവർ 50 മിനിറ്റ്. ഇപ്പോൾ 50 മിനിറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈസ് വന്ന് നമുക്ക് 50 മിനിറ്റിൽ ക്യാൻഡിൽ ഈ ഇതിൻ്റെ ലോ ബോഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫെയിലാകുകയാണ്. മനസ്സിലായി? ആദ്യം വന്ന് വിക്ക് ബ്രേക്കാണ് നടത്തുന്നതെങ്കിൽ ആ വിക്കിനെ പിന്നെ ബോഡി ബ്രേക്ക് ചെയ്താൽ മാത്രമേ അത് ഫെയിലാകുള്ളൂ. അപ്പോൾ ഈ ഒരു OBയിൽ നമുക്ക് എൻട്രി ഇല്ല. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഈ ഒരു പൊസിഷൻ ആയിരുന്നു. ഈ ഒരു പൊസിഷനിൽ നമുക്ക് നല്ലൊരു കൺഫർമേഷൻ കിട്ടി. അത് ഫെയിലായിട്ടും ഇല്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ലോയിനെ വന്ന് പ്രൈസ് എന്ത് ചെയ്തേക്കണേണ്, വിക്ക് ബ്രേക്കാണ് നടത്തിയേക്കണത്. നെക്സ്റ്റ് വീണ്ടും വിക്ക് ബ്രേക്ക് നടത്തി പ്രൈസ് കയറിപ്പോയി. അതേപോലെ പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റ് ടാർഗറ്റ് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിലാണോ എൻട്രി എടുക്കണം അതിൻ്റെ പ്രീവിയസ് ഹൈ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം. ഞാൻ പറയുന്ന POകൾ ഓർഡർ ബ്ലോക്കുകളുണ്ട്, ഓർഡർ ഫ്ലോ ഉണ്ട്, ലിക്വിഡിറ്റി POകളുണ്ട്. മനസ്സിലായോ? അല്ലാതെ നമുക്ക് ഗോൾഡിൻ്റെ സ്പെഷ്യൽ പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പൊസിഷൻസ് എല്ലാം ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി സ്ട്രക്ചർ മാപ്പ് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതൊരു 1 അവറിൻ്റെ സ്ട്രക്ചറാണ്. 1 അവറിൻ്റെ സ്ട്രക്ചറിൽ 1 അവറിൻ്റെ ലിക്വിഡിറ്റി ഇതാണ്. ഫസ്റ്റ് ലിക്വിഡിറ്റി ഇവിടെ നിന്ന് റിയാക്ഷൻ കാണാം. ഇത് നമുക്ക് നല്ലൊരു കൺഫർമേഷൻ ട്രേഡ് എടുക്കാവുന്നതാണ്. അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റൊക്കെ നിങ്ങൾക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ബ്രേക്ക് ഈവനും കാര്യങ്ങളൊക്കെ വെക്കുക. അതിൽ നിന്ന് പ്രൈസ് പോയതിന് ശേഷം ഇവിടെ 1 അവറിൻ്റെ ഒരു OB ഉണ്ട്. ആ OBയിലാണ് പ്രൈസ് വന്ന് നിൽക്കുന്നത്. ആ OB വിക്ക് ബ്രേക്കാണ് നിർത്തിയേക്കുന്നത്, ബോഡി ബ്രേക്ക് എടുത്ത് അവിടെ നിന്നാണ് പ്രൈസ് കൺഫർമേഷൻ കിട്ടിപ്പോയത്. അപ്പോൾ നമുക്കിങ്ങനെ 1 അവറിൻ്റെ സ്ട്രക്ചർ മാപ്പ് അഴക്കണമെന്നുണ്ടെങ്കിലും അതേപോലെ 4 അവറിൻ്റെ അഴക്കണമെന്നുണ്ടെങ്കിലും ഡേയുടെ അഴക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ട്രേഡ് എടുക്കാവുന്നതാണ്. ഞാൻ എൻട്രി സെറ്റപ്പുകൾ 2 ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് മാത്രം മതി നിങ്ങൾക്ക് പ്രോഫിറ്റിൽ പോകാനായിട്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വെച്ചാൽ സെക്ഷനാണ്. സെക്ഷൻ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡിക്കേറ്ററാണ്. നമ്മൾ ആകെ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത് FXN ഏഷ്യൻ സെക്ഷൻ റേഞ്ച്. ഈ റോബ് മിൻഡി എന്ന് പറയുന്ന വ്യക്തിയുടെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് സേവ് ചെയ്ത് വെക്കുക. ആവശ്യം വരുമ്പോഴത്തേക്കും അതൊന്ന് ഓൺ ചെയ്തിടുക. അപ്പോൾ നമ്മൾ സെക്ഷൻ്റെ ട്രേഡ്സ് ആണ് പറയണമെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് 5 മിനിറ്റ് 50 മിനിറ്റോ വേറൊരു ടൈം ഫ്രെയിമിൽ പോയിട്ട് സെക്ഷൻ നോക്കരുത്. അപ്പോൾ സെക്ഷൻ്റെ ട്രേഡ് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ 4 സ്ട്രക്ചർ മാപ്പ് പറഞ്ഞായിരുന്നു. അതിൽ വരുന്ന ട്രേഡുകൾ ഞാൻ അഴിച്ചു തരുന്നത് നിങ്ങൾക്ക് എടുക്കാമായിരുന്നു. അല്ലാതെ നിങ്ങൾക്ക് സെക്ഷൻ്റെ ട്രേഡ്, ഇപ്പോൾ സെക്ഷൻ്റെ ട്രേഡുകളാണെങ്കിൽ ബൈ നമുക്ക് നോക്കാം, അതേപോലെ തന്നെ സെല്ലുകൾ നമുക്ക് നോക്കാം. പ്രൈസ് ബുള്ളിഷിലാവുകയാണെങ്കിൽ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെക്ഷൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ബുള്ളിഷിലാവുകയാണെങ്കിൽ പ്രീവിയസ് സെക്ഷൻ്റെ ലോ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈ നോക്കാം. പക്ഷേ പ്രൈസ് ബിയറിഷിലാണ് പോകണമെങ്കിൽ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെക്ഷൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും പ്രീവിയസ് സെക്ഷൻ്റെ ഹൈ എടുക്കണമെങ്കിൽ നമുക്ക് സെല്ല് നോക്കാം. ഇപ്പോൾ നമുക്ക് പ്രൈസ് കുറച്ച് ദിവസമായിട്ട് ബിയറിഷിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ ഏഷ്യൻ കഴിഞ്ഞു. ഏഷ്യൻ നമുക്ക്
സെക്ഷൻ്റെ എൻട്രി ഇല്ല. അപ്പോൾ നെക്സ്റ്റ് ലണ്ടനിൽ നമുക്ക് സെക്ഷൻ്റെ എൻട്രി ഇല്ല. അതിന് ശേഷം നമുക്ക് ന്യൂയോർക്ക് മാർക്കറ്റ് വന്നിട്ട് എന്ത് ചെയ്ത് ലണ്ടൻ്റെ ഹൈ എടുത്തു. നമുക്ക് ആ ട്രേഡ് ലണ്ടൻ്റെ ലോ ആണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടാർഗറ്റുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഞാനിത് അഴക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറയും പ്രൈസ് ബുള്ളിഷിലാണ് പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും സെക്ഷൻ്റെ ലോ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാമെന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരും. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോയിങ് വരക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഴക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനുള്ള ഒരു ഗുഡ് സെറ്റപ്പിൽ എങ്ങനെയാണോ ഞാനിത് അഴച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രൈസ് ഇവിടെ എത്തിയിട്ടില്ല, ഇവിടെ എത്തുന്നതിന് മുമ്പാണ് നമ്മൾ ഈ 4 അവർ ട്രേഡ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അഴക്കുന്നത്. ആ സമയത്ത് പ്രൈസ് ഇപ്പോൾ ഇങ്ങനെയായിരിക്കും നിൽക്കുന്ന ഈ ഒരു ടൈമിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾക്ക് ട്രേഡ്സുകൾ കിട്ടും. ചില സമയത്ത് നമ്മൾ ആ ഒരു ടൈമിൽ ഇപ്പോൾ ചെറിയൊരു ടൈം പീരീഡ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അടക്കും. അപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ മിക്കപ്പോഴും ഞാൻ കൺഫർമേഷൻ കിട്ടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ചിലപ്പോൾ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ എടുക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യുന്ന ഉറപ്പുള്ള ഒരു പൊസിഷൻ മാത്രമേ ഗ്രൂപ്പിലേക്ക് ഇടുകയുള്ളൂ. അപ്പോൾ നോക്കിയാൽ നമ്മളിങ്ങനെ ഒരു ഡ്രോയിങ് വരക്കും, കണ്ടോ, ഇങ്ങോട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ഒരു POയിൽ വന്നിട്ടാണ് പ്രൈസ് റിയാക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ എന്ത് ചെയ്യും, പ്രൈസ് ഈ ഒരു 4 അവറിൻ്റെ ഐഡിയും എടുത്തിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടെണ്ണം ഇങ്ങനെ വെക്കുക. അപ്പോൾ അതിൻ്റെ ഹൈ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ നിന്ന് നിങ്ങൾക്ക് സെല്ല് നോക്കാം. അപ്പോൾ എവിടെ നിന്നാണോ നിങ്ങൾക്ക് ആദ്യം കൺഫർമേഷൻ കിട്ടുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് സെല്ല് നോക്കാവുന്നതാണ്. ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പൊസിഷനിൽ ഇപ്പോൾ പല ആൾക്കാർ പല കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഓർത്ത് അതുകൊണ്ടാണ് ഞാൻ പല ആൾക്കാർക്കും ഒരു VIP ഗ്രൂപ്പിലേക്ക് ഞാൻ ആഡ് ചെയ്യാക്കാൻ. പക്ഷേ ഞാൻ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ബൈ എടുത്തോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന പൊസിഷനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് ഇവിടെ നിന്നൊരു സെല്ലിംഗ് പൊസിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സെല്ലിലേക്ക് മാറിക്കൂടെ. സെല്ലിലേക്ക് മാറണമെന്ന് വെച്ചാൽ നിങ്ങളുടെ സെറ്റപ്പിൽ നിങ്ങൾക്ക് പല എൻട്രി സെറ്റപ്പുകളുണ്ടാവും. ആ സെറ്റപ്പ് നിങ്ങൾക്ക് ഇവിടെ കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് ആ സെല്ല് എടുക്കുക, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഡയറക്ഷൻ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ബിഗിനർ വന്നിട്ട് കാര്യമില്ല. ട്രേഡിങ്ങിനെ കുറിച്ച് അറിയാവുന്ന, അതേപോലെ ട്രേഡിംഗ് പഠിച്ചൊരു വ്യക്തിയെ, നിങ്ങൾ ഏത് കോഴ്സും ആയിക്കോട്ടെ, പഠിച്ചൊരു വ്യക്തി വന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എൻട്രി സെറ്റപ്പുകളാണ് ഞാൻ പറയുന്നത്. നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ നിന്ന് നമുക്ക് ട്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിലേക്ക് വന്നു. നമ്മൾ ഈ ഒരു പൊസിഷനാണല്ലോ പറഞ്ഞത്. അപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന 2 എൻട്രി സെറ്റപ്പുകളാണ്. ഒന്ന് IFC ക്യാൻഡിൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ക്യാൻഡിൽ എന്ന് പറയും. രണ്ടാമത്തത് സിംഗിൾ ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക്. അപ്പോൾ നമ്മൾ 4 അവറിൽ തന്നെ വരക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 50 മിനിറ്റിൽ നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിൻ്റെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡേയുടെ പറയണമെങ്കിൽ നിങ്ങൾ 50 മിനിറ്റ് നോക്കാം. നിങ്ങൾക്ക് 4 അവറിൽ നോക്കാം, 50 മിനിറ്റ് നോക്കാം. അതേപോലെ 1 അവർ, 4 അവർ, അതേപോലെ 50 മിനിറ്റ് സെക്ഷൻ്റെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 50 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സിംഗിൾ ക്യാൻഡിലോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന IFC ക്യാൻഡിലോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ നിന്ന് ട്രേഡ് എടുക്കാമെന്ന് മാത്രമല്ല നല്ല പ്രോഫിറ്റ് കിട്ടാനും സാധ്യത. നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്ഷനും 1 അവറും 50 മിനിറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 5 മിനിറ്റ് നിങ്ങൾക്ക് നോക്കാം. പക്ഷേ ഏറ്റവും എപ്പോഴുള്ള ബെറ്റർ നിങ്ങൾക്ക് റെഗുലറായിട്ട് പ്രോഫിറ്റ് പോകാനായിട്ട് നിങ്ങൾ 50 മിനിറ്റ് യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ നോക്കിക്കാൻ നമുക്ക് ഈ ഒരു പൊസിഷനിൽ പ്രൈസ് വന്നിട്ടുണ്ട്. പ്രൈസ് വന്നത് ഏകദേശം മിഡ് നൈറ്റാണ് പ്രൈസ് വന്ന് നിൽക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവിടെ നമുക്ക് ഒരു സിംഗിൾ ക്യാൻഡിലോ അതേപോലെ തന്നെ ഒരു IFC ക്യാൻഡിലോ കിട്ടിയിട്ടുണ്ടാകുന്നു. പ്രൈസ് ആദ്യം വന്നത് ഈ ഒരു പൊസിഷനിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു IFC ക്യാൻഡിൽ തന്നെ. IFC ക്യാൻഡിൽ ആകണമെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് IFC ക്യാൻഡിലും ഉണ്ട്, ബിയറിഷ് IFC ക്യാൻഡിൽ. ബോഡീനേക്കാളും വലുതായിരിക്കണം ബിയറിഷ് IFC ക്യാൻഡിലിൻ്റെ ഈ ഷാഡോ അല്ലെങ്കിൽ ഈ വിക്ക് മുകളിലേക്കുള്ള. താഴേക്ക് ഷാഡോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ബോഡീനേക്കാളും ചെറുതായിരിക്കണം. അതേപോലെ ബുള്ളിഷ് IFC ക്യാൻഡിലാണെങ്കിൽ ബോഡീനേക്കാളും വലുതായിരിക്കണം താഴേക്കുള്ള ഷാഡോ, മേളിലേക്കുള്ള ഷാഡോ ബോഡീനേക്കാളും ചെറുതായിരിക്കണം, മനസ്സിലായോ? അവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ബൈ ആണ് നോക്കണമെങ്കിൽ ബുള്ളിഷ് IFC ക്യാൻഡിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങൾ സെല്ലാണ് നോക്കണമെങ്കിൽ നിങ്ങൾ ബിയറിഷ് IFC ക്യാൻഡിൽ നിങ്ങൾ നോക്കുക. ഇവിടെ ഒരു ഓൾറെഡി നമുക്കൊരു എൻട്രി ഉണ്ട് കണ്ടോ, നേരെ നെക്സ്റ്റ് ക്യാൻഡിൽ. അപ്പോൾ നമ്മളൊരു IFC ക്യാൻഡിൽ കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ ട്രേഡിൽ കയറില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ ഏത് ടൈം ഫ്രെയിമിലാണോ നമ്മൾ നോക്കുന്നത്, 50 മിനിറ്റിലാണ്. 4 അവറിൽ വന്നു 50 മിനിറ്റ്. ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഹൈ എന്താണ് പ്രൊട്ടക്റ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സെല്ല് നോക്കാവുന്നതാണ്. പക്ഷേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ലോയും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. എപ്പോഴും ഹൈ എന്തായിരിക്കണം, പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ബുള്ളിഷ് ആണെങ്കിൽ ലോ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, ഹൈ ബ്രേക്ക് ചെയ്യണം. ഹൈ ബ്രേക്ക് ചെയ്യണവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സെല്ല് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഏകദേശം ഒരു 1:1, 1:2 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മൂവ്മെൻറ്റ്. അതിനുശേഷം വീണ്ടും പ്രൈസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഹൈയിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് സിംഗിൾ ക്യാൻഡിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ സിംഗിൾ ക്യാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്യാൻഡിലിന് ഷേപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് നമ്മുടെ POയിൽ വന്ന് ഏറ്റവും ഹൈ ഉണ്ടാക്കിയിരിക്കുന്ന ക്യാൻഡിൽ നെക്സ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ക്യാൻഡിൽ, ഇതൊരു ഇൻസൈഡാണ്. നെക്സ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ക്യാൻഡിൽ
അതിൻ്റെ ലോ ബോഡി ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇതിനെ സിംഗിൾ ക്യാൻഡിൽ. അപ്പോൾ ലോ ബോഡി ബ്രേക്ക് ഇത് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഇമ്മീഡിയറ്റ് സെല്ലെടുക്കാം, അല്ലെങ്കിൽ ഈ ക്യാൻഡിലിൽ വന്ന് നെക്സ്റ്റ് വന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് സെല്ലെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഇവിടെയാണ് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ലോ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ പ്രീവിയസ് ലോ ഒരുപാട് താഴെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു $10, നിങ്ങളെപ്പോഴും ബെസ്റ്റ് ഒരു $10 ഫസ്റ്റ് ടാർഗറ്റ് വെക്കുക. സെക്കൻഡ് ഒരു $15-20 വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് പ്രോഫിറ്റിൽ പോകാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആ ഒരു നിങ്ങൾ ഒറ്റ ട്രേഡ് ആയിട്ടുണ്ടെങ്കിൽ അത് പാർഷ്യൽ ബുക്ക് ചെയ്യാനും നിങ്ങൾ പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ട്രേഡ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. നമ്മളിപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് നമ്മളൊരു $10, $20, $30 എന്ന് വെച്ച് നിങ്ങൾ ട്രേഡ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ട്രേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യുക മാത്രം മതി, നിങ്ങൾക്ക് എല്ലാ ടാർഗറ്റും കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ സിംഗിൾ ക്യാൻഡിലും ഉണ്ട്, അതേപോലെ IFC ക്യാൻഡിലുണ്ട്. IFC ക്യാൻഡിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ബോഡീനേക്കാളും വലുതായിരിക്കണം താഴേക്കുള്ള ഷാഡോ, മേളിലേക്ക് ഷാഡോ ഇല്ലെങ്കിലും പ്രോബ്ലം ഇല്ല. പക്ഷേ നെക്സ്റ്റ് ക്യാൻഡിൽ എന്ത് ചെയ്യണം, ഹൈ ബ്രേക്ക് ചെയ്യണം. ബിയറിഷ് ആണെങ്കിൽ ഇതേപോലെ തന്നെ ഇത് ബോഡീനേക്കാളും വലുതാണ്, പക്ഷെ അത്ര വലുതാണെന്ന് പറയാൻ പറ്റില്ല. ഇച്ചിരി കൂടി വിൽക്കണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പ്രൈസ് നല്ല രീതിയിൽ ഇറങ്ങിപ്പോകേണ്ടതായിരുന്നു. അപ്പോൾ ബോഡീനേക്കാളും വലുതാണ് മേളിലേക്കുള്ള ഷാഡോ, താഴേക്ക് ഷാഡോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിരിക്കണം. നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യണം. സിംഗിൾ ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ ബിയറിഷ് സിംഗിൾ ക്യാൻഡിലാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ബോഡി ബ്രേക്ക് തന്നെ എടുക്കണം. ഇവിടെ വിക്ക് ബ്രേക്ക് നടന്നതുകൊണ്ട് ഒരിക്കലും സിംഗിൾ ക്യാൻഡിലാകില്ല, അവിടെ പോയി ട്രേഡും എടുക്കരുത്. ഇവിടെ ബോഡി ബ്രേക്ക് തന്നെ എടുക്കണം. ബോഡി ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അത് ബോഡി ബ്രേക്ക് ചെയ്തതിന് ശേഷം ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇമ്മീഡിയറ്റ് സെല്ല് വേണമെങ്കിൽ നോക്കാം. വൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് ഈ പറയുന്ന നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ഹൈന് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ 1-2 ട്രേഡ്സിൻ്റെ എൻട്രി കൂടി ഞാനിവിടെ കാണിച്ചു തരാവുന്നതാണ്. 50 മിനിറ്റിൻ്റെ OB ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഏത് OBയിലാണ് റിയാക്ട് ചെയ്യണമെങ്കിൽ ആ OB ആയിരിക്കും ഞാൻ അയച്ചു തന്നത്. ഇപ്പോൾ ഇത് 2 OBയും റിയാക്ഷൻ നടന്നിട്ടുണ്ട് 50 മിനിറ്റിൽ. അപ്പോൾ നമുക്കിവിടെ ഒരു 50 മിനിറ്റിൽ ഒരു IFC ക്യാൻഡിലോ സിംഗിൾ ക്യാൻഡിലോ നമുക്ക് എന്ത് വേണം, IFC ക്യാൻഡിലാണെങ്കിലും സിംഗിൾ ക്യാൻഡിലാണെങ്കിലും ബൈ എൻട്രി ആയതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് IFC ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് സിംഗിൾ ക്യാൻഡിലാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ഒരു OBയിലേക്ക് പ്രൈസ് ആദ്യം വന്നു. ഇത് നമുക്കൊരു ക്യാൻഡിൽ എന്ത് കിട്ടണമെങ്കിലും എന്ത് ചെയ്യണം, ഇതിൻ്റെ ലോ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, ഹൈ ബ്രേക്ക് ചെയ്യണം. നമുക്ക് IFC ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ക്യാൻഡിലാണെങ്കിലും ലോ എപ്പോഴും എന്തായിരിക്കണം, പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ഇവിടെ ലോ പ്രൊട്ടക്റ്റഡ് അല്ല, ഇത് ബ്രേക്ക് ചെയ്ത് പോന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ പ്രൈസ് ആദ്യം വന്ന് ടച്ച് ചെയ്തത് ഇതാണ്, പക്ഷേ ഇതിൻ്റെയൊക്കെ ലോ ബ്രേക്ക് ചെയ്ത് പക്ഷേ ഇതിൻ്റെ ലോ പ്രൊട്ടക്റ്റഡാണ്. പക്ഷേ ഇത് നോക്കിയാൽ നല്ലൊരു IFC ക്യാൻഡിലാണ്. ബോഡീനേക്കാളും വലുതാണ് താഴേക്ക്, ഒരുപാട് വലുതാണ് താഴേക്കുള്ള ഷാഡോ, മേളിലേക്ക് ബോഡീനേക്കാളും ചെറുതാണ്. ബോഡീനേക്കാളും വലുതാണെങ്കിൽ അത് എടുക്കരുത്, അത് ഇച്ചിരി റിസ്ക് ആണ്. അപ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഇവിടെ ബോഡി ബ്രേക്ക് തന്നെ കേൾക്കുന്നത്, എൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാം. നമുക്ക് സിംഗിൾ ക്യാൻഡിലിനാണ് ബോഡി ബ്രേക്ക് പറയുന്നത്, IFC ക്യാൻഡിലിന് ബോഡി ബ്രേക്ക് വേണ്ട, വിക്ക് ബ്രേക്ക് ആണെങ്കിലും എടുക്കാം. പക്ഷേ ഇവിടെ ബോഡി ബ്രേക്ക് നടന്നിട്ടുണ്ട്, നല്ലതാണ്, ലോ പ്രൊട്ടക്റ്റഡ് ആണ്. നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഇമ്മീഡിയറ്റ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ബൈ എടുക്കുക. ഫസ്റ്റ് പ്രീവിയസ് ഹൈ, സെക്കൻഡ് ടാർഗറ്റ്. നമുക്ക് ഓരോ ടാർഗറ്റ്, നമുക്ക് എല്ലാത്തിനും ഓരോ ടാർഗറ്റുകൾ ഉണ്ടാവും, അത് ഓൾറെഡി ഞാൻ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ഗോൾഡിൻ്റെ ഒരു പ്രയോറിറ്റി ഏരിയകൾ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ബെറ്റർ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് $10 ടാർഗറ്റ് ചെയ്യാം, $20 ടാർഗറ്റ് ചെയ്യാം, ആ രീതിയിൽ ടാർഗറ്റും ചെയ്യാം. നിങ്ങളുടെ സെറ്റപ്പിൽ നിങ്ങൾക്ക് അറിയാമല്ലോ പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്യുക, ആ രീതിയിൽ നിങ്ങൾക്ക് ട്രേഡുകൾ വെക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഗ്രൂപ്പിൽ പറയുക എവിടം വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ അതിൻ്റെ അകത്ത് വോയിസും കൂടി ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിന്ന് പ്രൈസ് കയറിപ്പോയി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആ ഒരു പൊസിഷൻ നമ്മൾ അവിടെ നിന്ന് സെല്ല് എടുക്കുന്നത് നോക്കി, ഇവിടെ നിന്ന് ബൈ എടുക്കുന്നത് നോക്കി. അവിടെ നമുക്ക് IFC ക്യാൻഡിലും ഉണ്ടായിരുന്നു, അതേപോലെ സിംഗിൾ ക്യാൻഡിലുണ്ടായി. ഇവിടെ നമുക്ക് IFC ക്യാൻഡിലാണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, സെക്ഷൻ്റെ ഓൺ ചെയ്തിട്ടും ട്രേഡ് എടുക്കാമെന്ന് ഞാൻ ഓൾറെഡി സെക്ഷൻ്റെ പറഞ്ഞു. സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യുക, ഏതൊക്കെ ടൈം ഫ്രെയിമിലൊക്കെ 5 മിനിറ്റിൽ 15 മിനിറ്റിലും സെക്ഷൻ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുമ്പോൾ ഒരു ഗുണവും കൂടിയുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് പ്രീവിയസ് ഡേയുടെയും അതേപോലെ തന്നെ പ്രീവിയസ് വീക്കിൻ്റെയൊക്കെ ഹൈയും ലോയും കാണാം. നിങ്ങൾക്ക് പ്രൈസ് ബുള്ളിഷിലാണ് പോകണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് സെക്ഷൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ പ്രൈസ് റിയാക്ട് ചെയ്യുന്നത് പോലെ തന്നെ പ്രീവിയസ് ഡേയുടെയും പ്രീവിയസ് വീക്കിൻ്റെ ലോയൊക്കെ എടുക്കുമ്പോഴും റിയാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ബിയറിഷിലാ പോകണമെങ്കിൽ അതിൻ്റെയൊക്കെ ഹൈ എടുക്കുമ്പോഴും പ്രൈസ് റിയാക്ട് ചെയ്യും. നമുക്ക് ഈ ഒരു പൊസിഷൻ നമുക്ക് നോക്കാം. ഈ ഒരു പൊസിഷനിൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെക്ഷൻ്റെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പ്രീവിയസ് ഡേയുടെ ഹൈ എടുക്കുമ്പോഴത്തേക്കും ഒരു സെല്ല് നോക്കാം. എന്താണെന്ന് വെച്ചാൽ പ്രൈസ് കുറച്ച് ദിവസമായിട്ട് ബിയറിഷിലാണ് പ്രൈസ് മൂവ് ചെയ്ത ഡേയുടെ ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും കേട്ടോ. പ്രൈസ് 2 ദിവസമായിട്ട് നല്ല ബിയറിഷിൽ പോകുന്നു, കുറച്ച് ദിവസമായിട്ട് പ്രൈസ് ബിയറിഷിലാണ്. അപ്പോൾ ഒരു ബിയറിഷ് ക്യാൻഡിൽ ഹൈ എടുക്കുമ്പോഴത്തേക്കും സെല്ലെടുക്കാമെന്ന് പറയും. അത് പ്രീവിയസ് ഡേയുടെ ഹൈ എടുക്കുമ്പോഴുള്ള സെല്ലാണ്. അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 5 മിനിറ്റിലോ 50 മിനിറ്റിലോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എടുക്കാം. ഏറ്റവും ബെറ്റർ ഞാൻ പറയുന്നത് 50 മിനിറ്റിൽ തന്നെയാണ്. അങ്ങനെ നിങ്ങൾ നോക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് വെച്ചിട്ട്
നമുക്കൊരു പ്രീവിയസ് ഡേയുടെ ഹൈ എടുക്കുന്നത്. ഓൾറെഡി ആ പ്രീവിയസ് ഡേയുടെ ഹൈ എന്ന് പറഞ്ഞാൽ ആ യെല്ലോ ലൈനാണ് കണ്ടോ. ഇതാണ് പ്രീവിയസ് ഡേയുടെ ഹൈ, ഇതാണ് പ്രീവിയസ് ഡേയുടെ ലോ. അപ്പോൾ പ്രീവിയസ് ഡേയുടെ ഹൈ എടുത്തത് എവിടെയാണ്? നമ്മുടെ ന്യൂയോർക്ക് മാർക്കറ്റിലാണ് അല്ലേ. ന്യൂയോർക്ക് മാർക്കറ്റിൽ പ്രീവിയസ് ഡേയുടെ ഹൈ എടുത്തു. പക്ഷേ ഇതൊരു IFC ക്യാൻഡിൽ എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് IFC ക്യാൻഡിൽ എന്ന് പറയാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞത്? മേളിലേക്ക് ബിയറിഷ് IFC ക്യാൻഡിൽ നോക്കുമ്പോൾ ബോഡിനേക്കാളും വലുതാണ് മേളിലേക്കുള്ള ഷാഡോ, പക്ഷേ താഴേക്കുള്ള ഷാഡോ ബോഡിനേക്കാളും വലുത് തന്നെയാണ്. ചെറുതായിട്ട് വന്ന് കിട്ടുന്ന ബോഡിനേക്കാളും വലുത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള സാധ്യത കുറവാണ്. നമുക്കൊരു സിംഗിൾ ക്യാൻഡിലും കിട്ടുന്നില്ല. നെക്സ്റ്റ് ഇതിൻ്റെ ഹൈ എടുത്തിരിക്കുന്ന ക്യാൻഡിൽ ഏതാ? ഇത് നമ്മൾ വളരെ സൂം ചെയ്ത് നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല, ബോഡിനേക്കാളും ചെറുതാണ്. പക്ഷേ വലുതാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്ത് സിംഗിൾ ക്യാൻഡിലായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു പൊസിഷനിൽ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നല്ല ട്രേഡുകൾ ഞാൻ അഴച്ചേരുന്ന പൊസിഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ റിപ്ലൈ തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഓർഡർ ഫ്ലോ കണ്ട്, ഓർഡർ ബ്ലോക്ക് കണ്ട്, ലിക്വിഡിറ്റി POകളൊക്കെ കണ്ട്, സെക്ഷൻ കണ്ടു, ഡേയുടെ പ്രീവിയസ് വീക്കിൻ്റെയൊക്കെ ട്രേഡുകളൊക്കെ ഞാൻ പറഞ്ഞു. ഇത് മാത്രമല്ല, പ്രൈസൊക്കെ ബുള്ളിഷിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഗോൾഡ് ബുള്ളിഷിലേക്ക് മൂവ് ചെയ്യുമ്പോൾ പ്രൈസിന് ഓരോ ബുള്ളിഷിൽ ഒരു പ്രൈസ് റേഷ്യോ ഉണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരികയാണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യുക, റിജക്റ്റ് ചെയ്യുകയും അതേപോലെ നല്ലൊരു ബ്രേക്ക് ഡൗൺ കിട്ടി പ്രൈസ് കയറിപ്പോവുകയും ചെയ്യും. അതായത് പ്രൈസ് എപ്പോഴും ഗോൾഡ് എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നല്ല ബൈയിങ് പ്രഷറും കാണാം, അതേപോലെ ചില സമയത്ത് നല്ല സെല്ലിങ്ങും കാണാം. പ്രൈസ് നല്ല ബുള്ളിഷിൽ പോയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊരു വലിയ പ്രൈസ് നല്ല ബുള്ളിഷ് മാർക്കറ്റാണ്, നിങ്ങൾക്ക് എത്ര നാളത്തോളം ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ എത്രത്തോളം ഹോൾഡ് ചെയ്യുക എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാനായിട്ട് കുറച്ചും കൂടി യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചാണ്. അവിടെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കുക. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വരികയാണെങ്കിൽ അവിടെ നിന്നൊക്കെ ട്രേഡ് എടുക്കാൻ പറയും. അത് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 അവറിൻ്റെ ക്യാൻഡിൽ. ഇതിൽ നിങ്ങൾ ഡ്രോയിങ്ങോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. 1 അവറിൻ്റെ ക്യാൻഡിൽ 4000, ഇപ്പോൾ ഏകദേശം 4100 എന്ന റേഞ്ചിലാണല്ലോ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ 4100 പ്രൈസ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 4100 മേളിൽ 1 അവറിൻ്റെ ക്യാൻഡിൽ ഫ്രഷ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് 4130 വരെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നൊരു ബൈ എടുക്കണമെങ്കിൽ 4130 വരെ ഹോൾഡ് ചെയ്യാം. 4130 മേളിലാണ് പ്രൈസ് ഒരു 1 അവറിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, 4160 വരെ ആവാം. അപ്പോൾ ഇത് എപ്പോഴും ഈ രീതിയിൽ പോകണമെന്നില്ല. ആ രീതിയിൽ പോണ സമയത്ത് ഞാൻ കറക്റ്റായിട്ടും നമ്മളുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. ആ സമയത്ത് നിങ്ങളത് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുക. 4160 നിന്ന് പോവുകയാണെങ്കിൽ 4180 വരെ, 80 നിന്ന് വീണ്ടും 1 അവറിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, 4200. ശരിക്കും പറഞ്ഞാൽ 80 നിന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ ശരിക്കും 4230 വരെ പോകാം. ഇതൊരു $50, ഇതൊരു വലിയൊരു ബ്രേക്ക് ഡൗൺ ആണ് ഈ ഒരു $50 കിട്ടുന്നത്. അവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുള്ളിങ് പ്രഷറില്ല, ബൈയിങ് പ്രഷറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 4200 മേളിൽ ഒരു താഴെ 1 അവറിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ പ്രൈസ് താഴേക്ക് പോരും. ചിലപ്പോൾ 180 മേലിൽ വരുമ്പോൾ തന്നെ ഏകദേശം ഒറ്റ ക്യാൻഡിലോ അല്ലെങ്കിൽ 2 1 അവറിൻ്റെ ക്യാൻഡിൽ കൊണ്ട് തന്നെ ഇവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊരു പൊസിഷൻ 200 വരുമ്പോൾ നമ്മൾ സെയിം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 200 വരുമ്പോൾ എന്ത് ചെയ്യുക, 230 എന്ന് പറയുമ്പോൾ 260. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 4100 നിന്ന് 1 അവറിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു 430 വരെ എടുത്തു. പക്ഷേ 4130 1 അവറിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്, പ്രൈസ് താഴേക്ക് പോരും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയും താഴേക്കും പ്രൈസ് പോരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സുഖമായിട്ട് നിങ്ങൾക്കൊരു ബൈ ഒക്കെ എടുത്തിട്ട് ഹോൾഡ് ചെയ്യാനും നല്ല പ്രോഫിറ്റിൽ എത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യുക, ട്രേഡുകൾ എടുത്ത് പോകാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഞാൻ ഗ്രൂപ്പിൽ പറയണമെങ്കിൽ ആ ഒരു പൊസിഷനിൽ നിങ്ങൾ ആ 50 മിനിറ്റിലെ IFC ക്യാൻഡിലോ സിംഗിൾ ക്യാൻഡിലോ നോക്കിയിട്ട് അല്ലെങ്കിൽ 5 മിനിറ്റിലോ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ട്രേഡ് എടുക്കുകയും നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു പ്രൊഫഷണൽ ട്രേഡർ പ്രോഫിറ്റിൽ പോകാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാം എവിടെയാണ് റിസ്ക് എടുക്കേണ്ടതെന്ന് അറിഞ്ഞിട്ട് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ മാത്രമേ റിസ്ക് എടുക്കുകയുള്ളൂ. റിസ്ക് ഒരു പ്രൊഫഷണൽ ട്രേഡർ എടുക്കുന്ന റിസ്ക്കും ബിഗിനർ ട്രേഡർ എടുക്കുന്ന റിസ്ക്കും സെയിം തന്നെയാണ്. പക്ഷേ പ്രൊഫഷണൽ ട്രേഡറിന് അറിയാം അവിടെ എടുക്കുന്ന റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന്. അതാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്. മനസ്സിലായോ? അദ്ദേഹം കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പ്രോഫിറ്റിലെത്തും. പക്ഷേ ഒരു ബിഗിനർ ട്രേഡർ എന്ത് ചെയ്യുക, ഒരു ട്രേഡിലേക്ക് കയറിയിട്ട് ഇതേപോലെയൊന്നും നോക്കാതെ അവിടെ ഒരുപാട് ലോസ് ഉണ്ടാക്കും, ഒരുപാട് റിസ്ക് എടുക്കും. പക്ഷേ ഈ റിസ്ക് ഒന്നും മാനേജ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്
ഒരു ബിഗിനർ എപ്പോഴും അല്ലെങ്കിൽ ഒരു ലോസ് ട്രേഡർ എപ്പോഴും ലോസിൽ തന്നെ പോകാൻ സാധ്യത വരുന്നത്. അതായത് ഒരു പ്രൊഫഷണൽ ട്രേഡർ ആകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല നല്ല ഗുഡ് സെറ്റപ്പുകൾ പഠിച്ച് കറക്റ്റായിട്ടുള്ളൊരു മെൻറ്ററിങ്ങിൽ പോയി കഴിഞ്ഞാലേ പറ്റുള്ളൂ. എനിക്ക് കിട്ടാത്തൊരു മെൻറ്റർഷിപ്പാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് കൊടുത്തത്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്ന ഒരു സെറ്റപ്പാണ് ഈ പറയുന്ന നമ്മുടെ VIP മെൻറ്റർഷിപ്പ് ഗ്രൂപ്പ്. അപ്പോൾ അതിലേക്കാണ് നിങ്ങളെ ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ വരുന്ന ഓരോ വ്യക്തികൾക്കും നിങ്ങൾക്ക് അഷർ ചെയ്യാം, ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീക്ക്ലി മന്ത്ലി പ്രോഫിറ്റിൽ പോകാമെന്ന്.